എങ്ങനെയുണ്ട് നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ? എനിക്ക് എങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ മുമ്പ് ഇതിൽ തൂക്കിയിരുന്ന കുറച്ച് ഫോട്ടോസാണ്. നമുക്കത് ഇതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. സമയമില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് പൊടിയും കൂടി പൊടിച്ചാണ് കേട്ടോ എല്ലാത്തിലൊന്നും ഇട്ട് കൊടുക്കാനായിട്ട്. അതെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഹലോ, വെൽക്കം ബാക്ക് ടു കത്തോ നേരമ്പോക്ക്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വീട്ടുകാർ വരാണ്. 2 ദിവസം ഇല്ല, മറ്റന്നാൾ വീട്ടുകാർ വരികയാണ്, ഇവിടെ എത്തും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും വീടൊന്ന് സെറ്റ് ചെയ്യണം. ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എൻ്റെ മമ്മിയും ചേച്ചിയും ബ്രദറും വരുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അവർക്ക് വെക്കാനായിട്ട് നമ്മൾ ഈ വാർഡ്രോബൊക്കെ ഒന്ന് ഇവർക്ക് വേണ്ടി മാറ്റി കൊടുക്കാം. കാരണം ഇവിടെ ഇപ്പം ഞാനും ഐസക്കും കൃഷിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇവർക്കും കൂടെ വെക്കാനുള്ള സ്പേസ് ആക്കി കൊടുക്കാം. നമുക്ക് വീടൊന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. ഇതിൻ്റെ അകത്ത് ഞാൻ വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡിങ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ബെഡ്ഷീറ്റും പില്ലോ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം അതിൽ നിന്നൊക്കെ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സ്പേസ് എടുക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. എങ്കിലും കണ്ടോ, ഇതുപോലെ കുറേ പില്ലോസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് മാറ്റാം. സത്യം പറഞ്ഞാൽ ഞാനിത് മടക്കിയാണ് വെച്ചത്. പക്ഷെ ഇത് ഭയങ്കര ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന കാരണം അത് മടക്കി വെച്ചാലും അത് പിന്നെ വിടർന്ന് വരുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ മടക്കി വെച്ച സാധനമാണ് അതൊക്കെ. ഈ താഴെ ഇത് മൊത്തം കാർപ്പറ്റാണ് കേട്ടോ. ഈ കാർപ്പറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃഷി കുഞ്ഞായിട്ടിരുന്നപ്പോഴത്തേക്കും ഇവനെല്ലാ കാർപ്പറ്റും ചെന്നിട്ട് കടിച്ച് കീറും. അത് കാരണം ഞങ്ങൾ കാർപ്പറ്റൊക്കെ മാറ്റി ഇതിൻ്റെ അകത്ത് വെച്ചേക്കാണ്, അലക്കി വെച്ചേക്കാണ് ഇതെല്ലാം. ഇനി ഇതൊക്കെ എടുത്ത് ഇടണം. ഓക്കെ, ഇതങ്ങോട്ട് ഒഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് ജീൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊക്കെ എങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക്കിനും എനിക്ക് ഒരുപാട് ഉടുപ്പുണ്ട്. അപ്പം അത് കാരണം അതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കണം. ഇത് കാണിച്ചിടാം. ഇതെൻ്റെ അലമാരയാണ് കേട്ടോ. ഇത് വലുതാണ് അത്യാവശ്യം. ഇതുണ്ടോ? ഓക്കെ, ഇത് എൻ്റെ അലമാരിയാണ്. എൻ്റെ അലമാരിയിൽ കുറേ സാധനങ്ങളുണ്ട്. ഈ ഒരു സൈഡിൽ മൊത്തം ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ മൊത്തം എൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഐസക്ക് എൻ്റെ വീട്ടിലിടുന്ന ഉടുപ്പ് താഴെ വെച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലിടുന്ന ഉടുപ്പ് ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. പുറത്തിടുന്ന ഐസക്കിൻ്റെ എല്ലാ ഉടുപ്പും ഇങ്ങനെ തൂക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആ സെറ്റ് ഓഫ് ജീൻസ് കുത്തി കയറ്റണം. ജീൻസ് മൊത്തം ഇതിൻ്റെ അകത്ത് കുത്തി കയറ്റിയാലേ അത് കാലിയാവുള്ളൂ. ഇപ്പോൾ ഇത് നോക്ക്, ഇതിൽ ഓൾറെഡി ഉടുപ്പുകളുണ്ട് കണ്ടോ, ഉടുപ്പുകളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും കയറ്റം വേണം. ഈ ഇതിലെന്ന് വെച്ചാൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സായിരുന്നു. കാരണം എനിക്ക് അധികം എത്തില്ല, കാണില്ല അങ്ങോട്ടേക്ക്. അതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സാണ് ഈ ഒരു ഭാഗത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ജീൻസ് വയ്ക്കും. എനിക്കാണെങ്കിൽ ഒരുപാട് ജീൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എത്ര ജീൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും എനിക്ക് ഉള്ള ജീൻസ് ഒന്നും പോരാ. എന്നിട്ട് എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ജീൻസാണ്. എൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും വഴക്ക് പറയും, എപ്പോഴും ജീൻസ് തന്നെ എടുക്കുന്നത് എന്താണെന്ന്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഉടുപ്പ് ടോപ്പൊക്കെ എടുക്കുന്നതിലും എനിക്ക് ഇഷ്ടം ജീൻസ് എടുക്കാനാണ്. അതുകൊണ്ട് ഒരുപാട് ജീൻസ് ഉണ്ട്. പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അത് ജാക്കറ്റ്, കോട്ട്, ഷ്രഗ് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടേ. അപ്പോൾ ജെറിക്കും മമ്മിക്കും ചേച്ചിക്കും എല്ലാവർക്കും കൂടി ഇത് മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മിക്കും ചേച്ചിക്ക് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ജെറിക്ക് ഇവിടെ വയ്ക്കാം, മമ്മിക്കും ചേച്ചിക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാർഡ്രോബിൽ നിന്ന് എടുത്തിട്ടെല്ലാം ഏകദേശം ഇതിലൊക്കെ ആക്കി കുത്തി നിറച്ച് പറ്റുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, കൂടുതലും കാർപ്പറ്റ്സ് ആണ് താഴെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാക്യൂം ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തായാലും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഞങ്ങൾക്കൊരു പെറ്റുണ്ട്, കൃഷ് എന്നാണ് പേര്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ കൃഷ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാക്യൂം ചെയ്യാറുണ്ട്. കാരണം അവന് ഷെഡിങ് ഈയിടെയായിട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വാക്യൂം ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വാക്യൂം ഞാൻ കാണിച്ചു തരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷും ചെയ്യാൻ പറ്റും,
കൂടെ ഈ വാക്യൂം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വാങ്ങിക്കുന്ന കേട്ടോ നല്ലത്. എല്ലാവർക്കും എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അത് നമ്മൾ കാർപ്പറ്റ് കഴുകിയും കിട്ടും, അത് പെട്ടെന്ന് ഉണങ്ങും. കാരണം എക്സസ് വാട്ടർ വരില്ല, ഒരു ലിമിറ്റഡ് ആയിട്ട് അതിൽ വെള്ളം പുറത്തേക്ക് സ്പ്രേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ബെഡ്ഷീറ്റ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വരേണ്ടതാണ്, ഇന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റി പിരിക്കണം. പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം, നമുക്ക് വാക്യൂം ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാം, അതുപോലെ തന്നെ വാക്യൂം ചെയ്യാൻ പറ്റും. അത് ഇതാണ് വാക്യൂം ക്ലീനർ. അപ്പം നമുക്കിത് ഇതുണ്ടോ ഈ സ്വിച്ച്, ഇതിൽ നമുക്ക് രണ്ടും ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് രണ്ടും ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം വാക്യൂം മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ 1 വീക്ക് മുമ്പ് ഫുള്ള് വാട്ടർ വാക്യൂം ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോർമൽ വാക്യൂം മാത്രമേ ചെയ്യുന്നുള്ളേ. നമ്മുടെ മണി പ്ലാന്റ്സ് ഉണ്ടോ, ഇങ്ങനെ നീട്ടം വച്ച് ഇങ്ങനെ തൂങ്ങി വരുമ്പോഴത്തേക്കും നമ്മളതിനെ പൊക്കത്തേക്ക് ഇങ്ങനെ കെട്ടിക്കെട്ടി കൊടുക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഹോം ടൂർ കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ കുഞ്ഞു ഹോം ബേസ്ഡ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വീട് ഒഴിവുണ്ടോ, റൂംസ് ഒഴിവുണ്ടോ എന്നൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന വില്ലയിൽ ഒന്നും ഒഴിവില്ല, കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ആൾക്കാർ വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അറിയിക്കാം കേട്ടോ. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ കുറേ പേരോട് റിപ്ലൈ കൊടുത്തിരുന്നു. ഇവിടെ നല്ല സ്ഥലമാണ്, നല്ല വില്ലയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഹോംലി ഫീലാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. എന്തായാലും ഇനി ഇവിടെ ഒഴിവൊക്കെ വരുവാണെങ്കിൽ ഞാൻ അത് വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ? അത് കാണാത്തവർക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ ഹോം ടൂറും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഖത്തർ നേരം പോക്കം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലെ പേജും. അപ്പം നിങ്ങളതൊക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീട്ടിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ ഫുള്ള് നല്ല ഭംഗിക്ക് നല്ല ഇതിൽ വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവോ? കണ്ടോ? ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ തെമ്മൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക്, കാരണം അതും കൂടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടോ. അതെ, അത്യാവശ്യം ഹെവിയാണ്. ഓക്കെ, ഇതാണ് സംഭവം, ഇച്ചിരി ഹെവിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. 2 പാക്കേജ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഒരെണ്ണം അവർ വന്ന് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ സംഭവം ഇത് എന്താണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അതായത് വോളിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഇതൊട്ടിച്ച് വെക്കാം, നമ്മുടെ മിനി ഫോട്ടോസൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ റിമൈൻഡേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന വോളിൽ നമ്മളിങ്ങനെ രസമാണ്. നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ കുറേ മിനി പോളറോയിഡ് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ട് തൂക്കിയേക്കുന്നത്. പക്ഷെ അവിടുത്തെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പുതിയ TV വന്നേക്കുന്നത്. അപ്പോൾ പഴയത് പറിച്ച് കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പെയിൻ്റൊക്കെ പോയി അത് ബോറാവും. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഫോട്ടോസ് മാറ്റിയിട്ട് അതിൻ്റെ പൊക്കത്തൂടെയാണ് TV ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് വേറെ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കും ടെമ്മു വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ടെമ്മുവിൽ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കൂടുതലും ടെമ്മുന്ന് വീട്ടിലിടുന്ന ഡ്രസ്സാണ് വാങ്ങിക്കുന്നത്. വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ എപ്പോഴും വീട്ടിലിടുന്ന ടെമ്മുന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. കാരണം കുറേ ക്യൂട്ട് ഡ്രസ്സൊക്കെ ഉണ്ട് ടെമ്മുവിൽ, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ടെമ്മുവിൻ്റെ ഡ്രസ്സ് കാണുന്നത് തന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞ പുറത്തിടാനായിട്ട് ഓർഡർ ചെയ്താണ്. എനിക്ക് എങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇത് സ്വെറ്റർ ടോപ്പാണ്, എന്തായാലും വിൻ്റർ ടൈം ആണല്ലോ. സ്വെറ്റർ ടോപ്പാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ്
ദിസ് ഈസ് സോ ക്യൂട്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റില്ലേ. ആൻഡ് ഇത് ഗൾഫിലെ കോക്രോച്ച് ശല്യത്തിനെ പറ്റിയിട്ട് പറയണ്ടല്ലോ. ജർമ്മൻ കോക്രോച്ചസ് ആണ്. നമ്മൾ എത്ര കൊല്ലാൻ ശ്രമിച്ചാലും അതിനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. എന്നാലും ഞാനിത് അങ്ങോട്ട് വാങ്ങിച്ച് വെച്ചാൽ ഇതൊരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഓർഡർലെസ് ആയിട്ടുള്ള ഒരു കോക്രോച്ച് ട്രാപ്പാണ്. കുറച്ച് എന്താണ് പശയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ കോക്രോച്ച് ട്രാപ്പാവും. എന്ന് വെച്ചാൽ വിഷം വെക്കാൻ പറ്റില്ല, കൃഷി ഇവിടെ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പം അത് വേണ്ടിയിട്ട് ഇങ്ങനെ വച്ചാണ് കേട്ടോ ഇത്. ഇനി വരുന്നത് ഇതും ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹോൾഡേഴ്സാണ്. നമ്മുടെ ബ്രൂമും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെക്കാനായിട്ട് എല്ലാ ബ്രൂം ഹോൾഡേഴ്സാണ്. അതപ്പോൾ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ചാരി വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു വെടുപ്പ് കേട്. അപ്പോൾ അത് കാരണം ഇത് വാങ്ങിച്ചാണ്. ആൻഡ് ഇത് ഇച്ചിരി വലുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ക്രിഷിൻ്റെ ഷൂസാണ് ഇത്. കൃഷിൻ്റെ കാലിലിങ്ങനെ ഇടിപ്പിക്കാം കണ്ടോ. ഇങ്ങനെ ഇടിപ്പിച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് മുറുക്കി ഇങ്ങനെ കെട്ടാം. കൃഷിൻ്റെ ഒരു സോക്സാണ് ഇത്. നമുക്ക് വാഷബിളാണ് കേട്ടോ. അത് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം കൃഷിൻ്റെ സൈസ് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ലേ. ഇവിടെ കൂടുതലും മിനി ഡോഗ് ബ്രീഡ്സ് ആണുള്ളത്. അത് കാരണം കൃഷിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മണി പ്ലാന്റ്സ് ഉണ്ടല്ലോ വീട്ടിൽ മൊത്തം. അപ്പോൾ മണി പ്ലാന്റ്സിൻ്റെ നല്ല നീട്ടം വെക്കുന്നുണ്ട്. അപ്പോൾ ആ നീട്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ എങ്ങോട്ട് നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് വോളിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അവരുടെ സ്റ്റെം ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ആൻഡ് ദിസ് ഈസ് ഓൾസോ കോക്രോച്ച് ട്രാപ്പ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റിക്കേഴ്സാണ്. നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം വോൾ വിൻഡോസിലൊക്കെ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് അകത്തേക്കോ അങ്ങനെയുള്ള ഇതിലേക്കൊന്നും കോക്രോച്ച് പോകില്ല. അത് ട്രാപ്പാവും. ഐ തിങ്ക് ദിസ് വിൽ ബി യൂസ്ഫുൾ. നിങ്ങൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണല്ലേ കോക്രോച്ചിൻ്റെ മിസ്കിറ്റോസിൻ്റെ ഫ്ലൈസിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ കോക്രോച്ച് ട്രാപ്പ് ആൻഡ് ഓൾസോ ദീസ് സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണിക്കാൻ കേട്ടോ. കാരണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ടു കം. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇത്. ഒരു ക്യൂട്ട് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് ഞാൻ പിക്ചറിൽ ഞാൻ സൈഡിൽ പിക്ക് കൊടുത്തേക്കാം. ആൻഡ് ഇത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഇടാമെന്നാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഭയങ്കര ഒരു കൊറിയൻ ഒരു വിൻറ്റേജ് ഒരു സ്റ്റൈല് ഫ്രിൽസ് ഒക്കെ വന്നിട്ടുള്ളൊരു ബ്ലൂ കളറിൽ ബെഡ്ഷീറ്റാണ്. ആക്ച്വലി ബെഡ്ഷീറ്റ് അല്ല, ഡ്വേറ്റ് കവറാണ്. അപ്പോൾ അത് വിത്ത് പില്ലോസ് വന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ദിസ് ഈസ് ഓൾസോ നമ്മളൊരു ക്രിസ്മസ് തീമിൽ ഒരു ക്യൂട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഡ്വേറ്റ് കവർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് രണ്ടും എന്തായാലും ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാണിച്ചു തരാം. ഇത്ര വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വന്നതൊക്കെ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ചൊക്കെ ചെയ്യണം. ഐസക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാണ്. ഐസക്കിനെ ഇത് ഒട്ടിക്കാനായിട്ട് വിളിച്ചേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ നമ്മുടെ ഇവിടെ ഇത് ഒട്ടിക്കുന്നത്. അതെ ഇതുണ്ട്. ഇതിൻ്റെ ബാക്കിൽ പോയി. ഞങ്ങളിത് TV വെച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിൽ പോയി. ഇവിടെ ഞങ്ങൾ ഒട്ടിച്ചിരുന്നതാണ്. അപ്പം അതിന് പകരം ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തേക്ക് വെക്കുകയാണ്. ഐസക്ക് നോക്കുകയാണ് ഇത് എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളത്. ഇതുണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗം ഒട്ടിച്ചിട്ടാണ് നമ്മൾ വോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗമ്മ് എൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 എണ്ണം ഒട്ടിക്കാനുള്ള ഗമ്മാണ് ഇതിൽ വരുന്ന ഒരെണ്ണത്തിൽ. അപ്പോൾ നമുക്കത് ഒട്ടിച്ച് നോക്കാം. ഇതുണ്ടോ 4 സൈഡിൽ നമ്മൾ ഒട്ടിച്ച്. ഇനി ഇത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞു. അല്ലേ ഇത് ഫിക്സ് ചെയ്യണം. ഇത് കണ്ടോ ഇത് നമ്മൾ മുമ്പ് ഇതിൽ തൂക്കിയിരുന്ന കുറച്ച് ഫോട്ടോസാണ്. ഇതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. ഇതിലേക്ക് തന്നെ നമുക്ക് അത് വെച്ച് കൊടുക്കട്ടെ. അതെ ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ റെഡി ആവേ. ഉണ്ടോ ഇതാണ്ട് ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കൃഷി അവിടെ താഴെ കിടപ്പുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡുവറ്റ് കവറാണ്. അപ്പോൾ നമുക്ക് ഇടാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതാണ് വൈറ്റ് ഡുവറ്റ്.
നമുക്ക് ഇതിലേക്ക് ഇടാം, തുറന്നു നോക്കാം ഇങ്ങനെ ഇരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് സീ അതങ്ങനെ ഇരിക്കുമോ എന്നുള്ളത്. ഹൗ പ്രെറ്റി ദീസ് പില്ലോ കവേഴ്സ് ആർ. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സോ റിയലി അടിപൊളി. ഇവിടെ കൂടെ നമ്മൾ കയറ്റുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിബ് ഉണ്ട്. നമുക്ക് ഈ സിബിലൂടെ ഇങ്ങനെ തുറക്കാം. എന്നിട്ട് നമുക്കിതിൽ ഇതിടാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ആക്ച്വലി ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് സോഫ കം ബെഡാണ്. അപ്പോൾ നമ്മളിത് ഇനി ആക്കും ബെഡ് പോലെ. സമയമില്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് മുട്ടപ്പൊടിയും കൂടി പൊടിച്ചാണ് കേട്ടോ അതിലൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. കൃഷിനെ നമ്മൾ ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ കാണുന്നത് തന്നെ കൃഷിന് അരിശമാണ്. കണ്ടതൊക്കെ ഒരു മാറ്റി. കൃഷ് നമ്മളിപ്പോൾ ഇന്ന് കൃഷിനെ ഡീവോം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഗ്രൂം ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ എപ്പോഴും വരാറ്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കൃഷിൻ്റെ സ്ലോട്ട് വിളിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ അതെ, ഇത് വെയിറ്റിംഗ് ഏരിയയാണ്. ഐസക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കുട്ടികളൊക്കെ ക്യാരിയില്ല, അതുപോലെ തന്നെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് നമുക്ക് കൊണ്ട് നടക്കാം. അപ്പോൾ അവനെ ട്രിം ചെയ്യാനായിട്ടുള്ള സമയമായപ്പോൾ ഞങ്ങൾ അവിടെ കയറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇറക്കി വെട്ടാൻ പറഞ്ഞേ, കാരണം വീട്ടുകാരൊക്കെ വരികയല്ലേ. അപ്പോൾ അവന് ഷെഡിങ് ഉണ്ട് കുറച്ച്, അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ നല്ലതായിട്ട് കുറച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവൻ്റെ ചെവിയിലും ഫേസിലും മാത്രമേ ഇപ്പോൾ രോമമുള്ളൂ കേട്ടോ. മര്യാദയ്ക്ക് ബോഡിയിലെ ഫുള്ള് നല്ല രീതിക്ക് ട്രിം ചെയ്ത് കളഞ്ഞു. കൃഷിന് തണുക്കട്ടോ മിക്കാറും. ഞങ്ങൾ ഇത്രയും നേരം പുറത്തിരിക്കായിരുന്നു കേട്ടോ കൃഷിനെ ഗ്രൂം ചെയ്യിപ്പിക്കുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ കയറ്റില്ല, ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ കയറ്റില്ല. നമ്മുടെ വാൻ വരില്ലേ വീട്ടിൽ, അവിടെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെ ആക്കിയിട്ട് ഒരു 2 hours അടുപ്പിച്ചെടുത്തു. ഞങ്ങൾ പുറത്തിരിക്കായിരുന്നു അതിനെ വെയിറ്റ് ചെയ്ത്. നമുക്ക് നല്ല ഭംഗിയില്ലേ തോന്നുന്നു കാണാനായിട്ട്. ചിഞ്ചറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീവോം ചെയ്യാനായിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് കയറി കേട്ടോ. ഡീവോമിങ്ങും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ടിക്സ് ഒന്നും വരാതിരിക്കാനുള്ള ഒരു മെഡിസിൻ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എവറി 6 months നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഡീവോമും ചെയ്യുന്നുണ്ട്. ദേവൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി. ലാസ്റ്റ് ടൈം വന്നപ്പോൾ 10 kg ആയിരുന്നു, ഇപ്പോൾ അവൻ 14 kg ആയി കേട്ടോ. Good. Awesome. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത 3 months കഴിയുമ്പോൾ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ മിക്കവാറും വീട്ടുകാരെ വിളിക്കാൻ നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.